ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. വിധിക്കെതിരെ പ്രതിഭാഗം ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. അഖില CP ഉണ്ട്. അഖില, എന്താണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ? പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ ഷുഹൈബിന് ജാമ്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടില്ല. കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ഹർജി പരിഗണിക്കുന്നതെല്ലാം മാറ്റിവെച്ച് ഇന്നാണ് കോടതി പരിഗണിച്ചത് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യം. അപ്പോൾ മുൻകൂർ ജാമ്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം പറയുന്നത് അവർ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഇനി ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ ക്രൈംബ്രാഞ്ച് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഫയൽ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയാണ് ഷുഹൈബ് എന്ന് പറയുന്നത്. ഷുഹൈബിനോടും മറ്റ് 2 അധ്യാപകരോടും നിരവധി തവണ 2 തവണ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനെല്ലാം സൂചിപ്പിച്ച് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ അവർ അതിലൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഒളിവിൽ തുടരുകയായിരുന്നു ഷുഹൈബ് ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അവർ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നത്. അപ്പോൾ ഇന്ന് വിധി വന്നിരിക്കുന്നു. ഷുഹൈബിന് മുൻകൂർ ജാമ്യം ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പോലീസും പ്രോസിക്യൂഷനും എല്ലാം ഷുഹൈബിന് ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു. അതായത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നത്. അപ്പോൾ ചോർച്ച